ഹജ്ജിന് മുന്നോടിയായി മക്കയിലെ വിവിധ പുണ്യസ്ഥലങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം ഡിജിറ്റൽ രംഗത്ത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാകും ഇത്തവണ ഹജ്ജിൽ ഉപയോഗിക്കുക. ഹജ്ജിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കെട്ടിലും മട്ടിലും പുതുമകൾ നിറഞ്ഞതാണ് ഓരോ ഹജ്ജ് കാലവും. ഇത്തവണയും പ്രത്യേകതകൾ ഏറെയുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ. ഈ ട്രെയിൻ ഉപയോഗിച്ചാണ് ഹജ്ജിനെത്തിയ ഹാജിമാരെ ഇത്തവണ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മക്കയിലെത്തിച്ചത്. ഇന്ത്യൻ ഹാജിമാർക്കാണ് ആദ്യമായി അതിനുള്ള सुवर्णावसरम लभिचदा. जिद्दा एयरपोर्ट पे तो यहाँ पे हमको बहुत अच्छी फैसिलिटी मिली. हमारा पूरा सामान डायरेक्ट रूम पे आ गया और हम लोग वहाँ से जब निकले तो हमको फर्स्ट टाइम बुलेट ट्रेन से लाया गया. बुलेट ट्रेन से हम जब आए तो वहाँ पे हमको एक पास दिया गया. पास देने के बाद एक छोटी सी मेट्रो ट्रेन थी, उसमें बिठा के हमको बुलेट ट्रेन तक ला गया. फिर बुलेट ट्रेन से हम लोग जिद्दा आए और फिर बाद में जिद्दा आने के बाद हम लोग बस से हमारे होटल में पहुंच गए. ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നിന്നും മക്കയിലേക്ക് നേരിട്ടെത്തുന്നതാണ് ഈ ട്രെയിൻ. ലോകോത്തര നിലവാരത്തിലുള്ള ഈ ബുള്ളറ്റ് ട്രെയിനിൽ 20 മുതൽ 40 മിനിറ്റ് വരെ ദൈർഘ്യമാണ് മക്ക യാത്രക്കായി എടുക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണ ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. സാധാരണ രീതിയിൽ മക്ക മദീന മേഖലയെ ബന്ധിപ്പിക്കുന്ന ഈ ട്രെയിനിൽ ഹാജിമാരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമായി ഹജ്ജ് കമ്പനികൾ വഴി ഉപയോഗിക്കാറില്ല. ഇത്തവണ മുംബൈ എംബാർക്കേഷൻ വഴി എത്തുന്ന 32,000 തീർത്ഥാടകർക്ക് മക്കയിലേക്ക് എത്താൻ ജിദ്ദയിൽ നിന്നും ഈ സേവനം ലഭ്യമാകുന്നു. They are trying to integrate the airport with the metro services. So these Mumbai embarkation point pilgrims will be also using the metro train facilities. So from airport they will be transferred from Jeddah metro station, airport station to Makkah Ruwais metro station. And from there they will go to the respective. മിനയിൽ നിർമ്മിക്കുന്ന പുതിയ ടവറുകൾ ഹജ്ജിന്റെ മറ്റൊരു അനുഭവമാണ്. അത് ഇതുവരെയുള്ള അനുഭവങ്ങൾ മാറ്റിമറിക്കുന്നതാകും. ഹോട്ടൽ സമാനമായ 10 ടവറുകൾ കിദാന കമ്പനി നിർമ്മിക്കുന്ന ഇവ ലോകോത്തര നിലവാരമുള്ളതാണ്. ഓരോ ടവറിലും 30,000-ഓളം തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കും. മികച്ച ഇന്റീരിയർ ഭംഗിയും ഉപകരണങ്ങളും സ്റ്റാർ ഹോട്ടലിനേതിന് സമാനമാണ്. മിനായിൽ കൂടുതൽ അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും നല്ല രീതിയിലാണ് സജ്ജീകരണം അവിടെ നടത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഈ ആഭ്യന്തര തീർത്ഥാടകർക്ക് എന്നല്ല, ലോകത്തിലുള്ള എല്ലാ തീർത്ഥാടകർക്കും മീനക്കകത്ത് തന്നെ വർഷാവർഷം ഹാജിമാർ കൂടുതൽ കോട്ടകൾ വർദ്ധിപ്പിച്ച് ഹാജിമാർ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മീനക്കകത്ത് നിന്ന് തന്നെ വീർപ്പ് മുട്ടുമ്പോൾ ഇതുപോലുള്ള ടവറുകൾ വരുമ്പോൾ ഒരുപാട് ഹാജിമാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. നേരത്തെ മിന പരിധിക്ക് പുറത്തും തീർത്ഥാടകർക്ക് താമസിക്കേണ്ടിയിരുന്നു. ഇതിൽ നിന്ന് മാറി എല്ലാവർക്കും മിനക്ക് അകത്തു തന്നെ രാപ്പാർക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കിങ് ഖാലിദ് പാലത്തിന്റെ സമീപമാണ് ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള ടവറുകൾ പണി പൂർത്തിയായി വരുന്നത്. ഹജ്ജിന് മുന്നോടിയായി ഇവ തീർത്ഥാടകരെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരുങ്ങും. ആദ്യമായാണ് ഇന്ത്യൻ ഹാജിമാർക്ക് മിനായിലെ സോൺ 2, 3, 4 എന്നിവിടങ്ങളിൽ താമസ സൗകര്യവും ലഭിക്കുന്നത്. ഇതിലൂടെ മുഴുവൻ തീർത്ഥാടകർക്കും ഇത്തവണ മിന പരിധിക്കുള്ളിൽ താമസിക്കാനാകും. നേരത്തെ മുസ്തലിഫയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലും തീർത്ഥാടകരെ പാർപ്പിക്കേണ്ടിയിരുന്നു. ബിൽഡിംഗ് സംവിധാനം ഏറെക്കുറെ ഹാജിമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം മുൻകാലങ്ങളിൽ ഒരുപാട് അപകടങ്ങളും ചൂടും കാര്യങ്ങളും ഏറ്റിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തരണം ചെയ്തതിൽ അതിനേക്കാൾ കൂടുതൽ അതുപോലെ തന്നെ 8ഉം 9ഉം ബിൽഡിംഗ് നിലകളുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഇരട്ടിയോളം ഹാജിമാരെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ബിൽഡിംഗ് സംവിധാനം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ തരണം ചെയ്യാനും കഴിയും.
വരും കാലങ്ങളിൽ കൂടുതൽ ടവറുകളും മാറ്റങ്ങളും മിനായിൽ കൊണ്ടുവരും. ഇതിന്റെ തുടക്കമാണ് പുതിയ മിന ടവറുകൾ. പരമാവധി സുരക്ഷ മിനായിൽ ഒരുക്കുക എന്നതും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഹജ്ജിന്റെ സുപ്രധാന കർമ്മം നടക്കുന്ന അറഫയിലുമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ. മികച്ച കൂടാരങ്ങളാണ് ഇത്തവണ തീർത്ഥാടകർക്കായി ഒരുങ്ങുന്നത്. അറഫ മൈതാനിയിലെ കത്തുന്ന സൂര്യന് താഴെ സംഗമിക്കുന്ന ലക്ഷോപലക്ഷം അള്ളാഹുവിന്റെ അതിഥികൾക്ക് ചൂട് വെല്ലുവിളിയാകാറുണ്ട്. ഇത്തവണ കൂടുതൽ കൂളിംഗ് സംവിധാനം അറഫയിൽ ഇതിനാൽ ഒരുക്കുന്നുണ്ട്. ഇത് തീർത്ഥാടകർക്ക് ആശ്വാസമാകും. ശുഭ്രവസ്ത്രധാരികളാൽ നിറയുന്ന ജബലുർ റഹ്മക്കും ഇത്തവണ പുതുമോടിയുണ്ട്. ഭംഗിയുള്ള കല്ലുകൾ പാകിയും ജബലുർ റഹ്മയിലേക്ക് പുതിയ കവാടങ്ങൾ ഒരുക്കിയും തീർത്ഥാടകരെ ഇവ സ്വാഗതം ചെയ്യും. ചൂടിനെ കുറക്കുന്ന കൃത്രിമ മഴയൊരുക്കുന്ന സംവിധാനങ്ങളും മികവോടെ തുടരും. അള്ളാഹുവിന്റെ അതിഥികൾക്ക് മികച്ച അനുഭവം നൽകുന്ന ഹജ്ജ് സാധ്യമാക്കുക. ഇതാണ് ഓരോ ഹജ്ജ് കാലത്തെയും പുതിയ മാറ്റങ്ങളിലൂടെ സൗദി ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ ഉപയോഗങ്ങൾക്കും വൻകിട മാറ്റങ്ങൾക്കും ഇത്തവണയും ഹജ്ജ് സാക്ഷ്യം വഹിക്കും.